My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 220ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാലി ബൈക്രോമിക്കം എന്ന അധ്യായം ആരംഭിക്കുകയാണ്. വളരെയധികം പ്രയോഗസാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തിയേറിയ ഒരു ഔഷധമാണ് കാലി ബൈക്രോമിക്കം എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നേരത്തെ അലോഗ് എന്ന അധ്യായത്തിൽ നിന്നാണ് ഗ്രാഫൈറ്റീസിലേക്ക് വന്നത്. അലോയിൽ നമ്മൾ കുറേ സാദൃശ്യങ്ങൾ കണ്ടായിരുന്നു, കുറേ കമ്പാരിസൺസ്, വളരെ പ്രധാനപ്പെട്ട ചില കമ്പാരിസൺസ്. ആ കമ്പാരിസൺസിൽപ്പെട്ട ഒന്നായിരുന്നു ഗ്രാഫൈറ്റീസും മറ്റത് കാലി ബൈക്രോമിക്കവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്രമത്തിൽ നമ്മൾ കാലി ബൈക്രോമത്തിലേക്ക് വരുന്നത്. സന്ധിവാതങ്ങൾ, പലതരം വേദനകൾ, വളരെ സവിശേഷമായ വേദനകൾ, കഫസംബന്ധമായ വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ, അപസ്മാരം, അങ്ങനെ നിരവധി രോഗാവസ്ഥകളിൽ പ്രയോഗസാധ്യതയുള്ള ഔഷധമാണിത്. നമുക്ക് അതിലേക്ക് വിശദമായിട്ട് നമുക്ക് പ്രവേശിക്കാം. ദിസ് റെമഡി ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ മോസ്റ്റ് ഫിസിഷ്യൻസ് ബൈ ദ കോപ്പിയസ് റോപ്പി മ്യൂക്കസ് ഡിസ്ചാർജസ് ഫ്രം ഓൾ മ്യൂക്കസ് മെംബ്രെയിൻസ്, but it is also a most important remedy in rheumatic affections of the joints with swelling, heat and redness. പൊതുവെ ഇത് വിലയിരുത്തപ്പെടുന്നത് റോപ്പി തിക്ക് കോപ്പിയസ് മ്യൂക്കസ്, ധാരാളമായിട്ടുള്ള കഫം വരുന്നു, ഇങ്ങനെ നൂല് പോലെ നീണ്ടുവരുന്ന തരത്തിലുള്ള കഫം. ആ തരത്തിലാണ് ഫിസീഷ്യൻസ്, അന്നത്തെ കാലത്ത് ഫിസീഷ്യൻസ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ സന്ധിവാതം എന്ന് പറയുന്ന അവസ്ഥ, സന്ധികളിലുള്ള വേദന, നീർക്കെട്ട്, പൊള്ളൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, കഫത്തിൻ്റെ കോപത്തോടൊപ്പം തന്നെ ഈ സന്ധിവാതവും കൂടി ഇതിൽ പരിഗണിക്കണമെന്നാണ്, വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നാണ് കെൻ്റ് പറയുന്നത്. ഇനി ആ സന്ധിവാതത്തിൻ്റെ ഒരു സ്വഭാവം പറയുന്നുണ്ട്. whenever these conditions wander around from joint to joint. ഈ സന്ധിവാതം ഒരു വാണ്ടറിങ് നേച്ചറാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ സന്ധികളിൽ മാത്രം നിൽക്കുന്നതല്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വാണ്ടറിങ് നേച്ചർ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ഈ ഒരു വാണ്ടറിങ് നേച്ചർ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാലി ബൈക്രോമിക്കവും വരും. ദ ബോൺസ് ഓൾ ഓവർ ദ ബോഡി ഫീൽ ബ്രൂസ്ഡ് ആൻഡ് കാരീസ് ഈസ് റെക്കൺഡ് എമംഗ് ഹിസ് സിംറ്റംസ്. എല്ലാത്തരം അസ്ഥികളിലും വേദനയുണ്ട്, നൊമ്പരമുണ്ട്. അവിടെയൊക്കെ അതിനോടൊപ്പം അസ്ഥികൾ ദ്രവിച്ചിട്ട് അവിടെ കുഴി, പല്ലിലൊക്കെ ഉണ്ടാകുന്ന, പല്ല് കേടുണ്ടാകുന്ന പോലെ അസ്ഥികളിലുമൊക്കെ കേട്. എ മാർക്ഡ് ഫീച്ചർ ഓഫ് ദിസ് റെമഡി ഈസ് ദ ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ കാറ്റാറൽ സിംറ്റംസ് ആൻഡ് റൊമാറ്റിക് പെയിൻസ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്, ഒന്ന് റോപ്പി മ്യൂക്കസ് കാറ്റാറൽ കണ്ടീഷൻ, മറ്റൊന്ന് റൊമാറ്റിക് കണ്ടീഷൻ. ഇത് രണ്ടും മാറി മാറി വരുന്നു. ഒന്ന് പ്രൊഡോമിൻ്റാകുമ്പോൾ മറ്റത് മന്ദീഭവിക്കുന്നു, മറ്റേത് പ്രൊഡോമിൻ്റാകുമ്പോൾ ആദ്യത്തേത് മന്ദീഭവിക്കുന്നു. എക്സ്യുഡേഷൻ ഫ്രം മ്യൂക്കസ് മെംബ്രെയിൻസ് സംവാട്ട് ലൈക്ക് ക്രൂപ്പ് ആർ ഫൗണ്ട് ഇൻ ദ ലാരിങ്സ്, ട്രക്കിയ ആൻഡ് ഇൻ ദ റക്ടം. ശ്വാസനാള വീക്കം, ഡിഫ്തീരിയ അങ്ങനെയുള്ള അവസ്ഥകൾ കാണുന്നത് പോലെ ലാരിങ്സിലും ട്രക്കിയയിലും പലതരം മ്യൂക്കസ് മെംബ്രെയിൻസിലും ഒക്കെ അവിടെ നിന്നൊക്കെ വല്ലാത്ത സ്രവങ്ങൾ, രക്തത്തിൽ, മലാശയത്തിലും അങ്ങനെ ഉണ്ടാകാം ആ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്നുള്ള സ്രവങ്ങൾ. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദെയർഫോർ ദാറ്റ് ഇറ്റ് ഹാസ് പ്രൂവ്ഡ് എ വെരി എഫക്റ്റീവ് റെമഡി ഇൻ ഡിഫ്തീരിയ. ഈ ട്രക്കിയയിലും ലാരിങ്സിലും ഒക്കെ ഉള്ള ഈ ഒരു അവസ്ഥ, ഈ തിക്കായിട്ടുള്ള റോപ്പി മ്യൂക്കസിൻ്റെ വരവ്, ഇതൊക്കെ ആയിട്ട് നോക്കാൻ നേരത്ത് ഡിഫ്തീരിയയുടെ അവസ്ഥയിൽ കാലി ബൈക്രോമത്തിന് വളരെയധികം ചികിത്സാ സാധ്യത കാണുന്നുണ്ട്. ഇറ്റ് അമിസിയേറ്റ്സ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ കാലി സോൾട്ട്സ്. ഒരു വേറൊരു അറിവാണ് കാലി സോൾട്ട്. പൊട്ടാസ്യത്തിൻ്റെ എല്ലാ സോൾട്ടുകളിലും കാണുന്നത് പോലെ തന്നെ കാലി ബൈക്രോമിക്കവും ശരീരശോഷണം എന്നുള്ള ലക്ഷണം കാണിക്കുന്നു. എല്ലാ കാലി സോൾട്ടിലും ശരീരശോഷണം എന്ന ലക്ഷണമുണ്ട്. We have running through it the cachetic conditions or malignant diseases with ulceration, and especially is it indicated when the ulceration period is present. അപ്പോൾ ഈ മാരകമായ രോഗാവസ്ഥകൾ, ക്ഷയം, ക്യാൻസർ, എയ്ഡ്സ്, ഈ അവസ്ഥയിൽ കാണുന്നത് പോലെ
ശരീരം വല്ലാതെ ശോഷിച്ച അവസ്ഥ അത് കാലിബൈക്രോമിക്കത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ഇതിനോടൊപ്പം അൾസറേഷൻ കൂടിയുള്ള ഈ ഒരു ശോഷിക്കുന്നൊരവസ്ഥ. ആൻഡ് എസ്പെഷ്യലി ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് വെൻ ദ അൾസറേഷൻ പീരീഡ് ഈസ് പ്രസൻറ്റ്. ഈ അൾസറേഷൻ്റെ ഒരവസ്ഥ ഉള്ള സമയത്ത് വല്ലാതെ ശരീരം ശോഷിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിന് കാലിബൈക്രോമിക്കം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അൾസറേഷൻ ഈസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദിസ് റെമഡി. കാരണം കാലിബൈക്രോമിക്കത്തിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു സ്വഭാവമാണ് വ്രണങ്ങൾ ഉണ്ടാക്കൽ. ഇറ്റ്സ് അൾസേഴ്സ് ആർ ഡീപ്പ്, ആർ സെറ്റ് ടു ബി ആസ് ഇഫ് പങ്ക്ചേർഡ് ഔട്ട് ആൻഡ് ആർ വെരി റെഡ്. ഇതിൻ്റെ അൾസേഴ്സിൻ്റെ സ്വഭാവം ചെറുതാണ്, അധികം സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ളതല്ല. ഒരു ഇങ്ങനെ ഒരു കുഴി കുത്തി കുഴിച്ചതുപോലുള്ള ഒരു തരം വ്രണം. മാത്രമല്ല ആ വ്രണത്തിന് നല്ല ചുവപ്പ് നിറം കൂടിയുണ്ട്. ഗോട്ടി കണ്ടീഷൻസ് ആർ ആസ് കോമൺ ഇൻ ദിസ് റെമഡി ആസ് ഇൻ അതർ കാലീസ്. വാദത്തിൻ്റെ അവസ്ഥ അതും മറ്റെല്ലാ പൊട്ടാസ്യം സോൾട്ടുകൾ എന്നതുപോലെ പൊട്ടാസ്യം ബൈക്രോമേറ്റിലും കാലിബൈക്കിലും ഉണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ അറിവ്. ആദ്യം നമ്മൾ കണ്ടു ശരീരം ശോഷിക്കൽ, രണ്ടാമത് വാദത്തിൻ്റെ അവസ്ഥകൾ. ഇത് രണ്ടും എല്ലാ പൊട്ടാസ്യം സോൾട്ട്സിലും ഉള്ളതാണ്. ഇറ്റ് ഈസ് എസ്പെഷ്യലി ലൈക്ക് കോസ്റ്റിക്കം വിത്ത് ഇറ്റ്സ് ക്രാക്കിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്. ഇത് കോസ്റ്റിക്കത്തിനോടൊരു കമ്പാരിസൺ. സന്ധികളിലിങ്ങനെ ക്രാക്കിങ്, ചൊട്ടൊടിയുന്ന പോലൊരു അവസ്ഥ, അക്കാര്യത്തിൽ കോസ്റ്റിക്കുമായിട്ട് സാദൃശ്യമുണ്ട്. സിഫിലിറ്റിക് കണ്ടീഷൻസ് ഹാവ് ബീൻ ക്യൂർഡ് ഇൻ മോസ്റ്റ് അഡ്വാൻസ് സ്റ്റേജസ്. സിഫിലിസിൻ്റെ ഏറ്റവും മോശമായ, ഗുരുതരമായ, രൂക്ഷമായ അവസ്ഥകളെ കാലിബൈക്രോമിക്കം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ദ ഷാർപ്പ് സ്റ്റിച്ചിങ് പെയിൻസ് ലൈക്ക് കാലികാർബുമായിട്ടൊരു സാദൃശ്യം. കുത്തുന്ന പോലുള്ള, വളരെ കൂർത്ത വസ്തുക്കൾ കുത്തുന്ന പോലുള്ള വേദന. ഇറ്റ് ഹാസ് വൺ ഫീച്ചർ ക്വൈറ്റ് ഇറ്റ്സ് ഓൺ. ഇനി കാലിബൈക്കിൻ്റെതായിട്ടുള്ള വളരെ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണം പറയാണ്. എന്താണത്? വെരി സീവിയർ പെയിൻ, സ്മോൾ സ്പോട്സ് ദാറ്റ് കുഡ് ബി കവേർഡ് ബൈ ദ എൻഡ് ഓഫ് ദ തമ്പ്. തള്ളവിരലിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു ഏരിയയിൽ, ഒരു സ്പോട്ടിൽ മാത്രമുള്ള വളരെ രൂക്ഷമായ വേദന. സ്പോട്സിൽ, ഒരു വിരൽ കൊണ്ട് കവർ ചെയ്യാൻ പാകത്തിനുള്ള സ്പോട്സിലുള്ള രൂക്ഷമായ വേദന കാലിബൈക്കിൻ്റെ ടിപ്പിക്കൽ സിംറ്റമാണ്. ഇറ്റ് ഹാസ് വാണ്ടറിങ് പെയിൻസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് വാണ്ടറിങ് റൊമാറ്റിസം ഫ്രം ജോയിന്റ് ടു ജോയിന്റ്. വാണ്ടറിങ്ങും ഒരു ലക്ഷണമാണ്. വേദനകളും സന്ധിവേദന, സന്ധിവാദന, ഇതൊക്കെ ഒരു സന്ധിയിൽ നിന്ന് മറ്റൊരിടത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കം മുതലേ കാണുന്നുണ്ട് കാലിബൈക്കിൽ. വാണ്ടറിങ്. ഈ റൊമാറ്റിസത്തിൻ്റെ പെയിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. സന്ധിവാദത്തിൻ്റെ കാര്യം വളരെ പ്രധാനമാണ്. ദർ ആർ പെയിൻസ് ഇൻ ഓൾ പാർട്സ്. എല്ലാ ഭാഗങ്ങളിലും, എല്ലാ അവയവങ്ങളിലും വേദനയുണ്ട്. പെയിൻസ് ആർ സംടൈംസ് വെരി വയലന്റ്, സംടൈംസ് ഷൂട്ടിങ്, സംടൈംസ് സ്റ്റിച്ചിങ്, സ്റ്റിങ്ങിങ്, എഗെയിൻ ഏക്കിങ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം വേദനയുണ്ടെന്ന് അർത്ഥം. ബേണിംഗ് ഇസ് എ വെരി മാർക്ഡ് സിംറ്റം ഓഫ് ദ റെമഡി. പൊള്ളൽ, കാലിബൈക്കിൻ്റെ കാര്യത്തിൽ പൊള്ളൽ വളരെ പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ്. നമ്മൾ ടിഷ്യൂ സോൾട്ടുകളിൽ കാലിമൂറ് പൊള്ളലിന് ഉപയോഗിക്കാറുണ്ട്, വളരെ എഫക്റ്റീവായിട്ട്. വളരെ സീവിയറായിട്ടുള്ള പൊള്ളൽ കാലിമൂറ് കൊണ്ട് സുഖപ്പെടാറുണ്ട്. ദ പെയിൻസ് അപ്പിയർ റാപ്പിഡ്ലി ആൻഡ് ഡിസപ്പിയർ സഡൻലി. വളരെ പെട്ടെന്ന്, റാപ്പിഡ്ലി, വളരെ വേഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. വേഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ദ പേഷ്യൻ്റ് ഈസ് സെൻസിറ്റീവ് ടു കോൾഡ്. മറ്റൊരു പ്രധാന ലക്ഷണമാണ് തണുപ്പിനോടുള്ള സെൻസിറ്റിവിറ്റി. ചില കാര്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും തണുപ്പിനോട്, കോൾഡ് ഡാം വെതറിനോട് കാലിബൈക്ക് സെൻസിറ്റീവാണ്. ദർ ഇസ് എ ലാക്ക് ഓഫ് വൈറ്റൽ ഹീറ്റ്. അതിൻ്റെ കാരണം ഇതാണ്, ആ ജീവൻ്റെതായിട്ടുള്ളൊരു ചൂട്, ശരീരത്തിൻ്റെ ജീവൻ്റെ സാന്നിധ്യത്തിൽ കാണിക്കുന്ന ആ ഒരു താപനില, ആ ചൂട്, ഹീറ്റ് എനർജി, അല്ലെങ്കിൽ വൈറ്റൽ എനർജിയുടെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേഷൻ, അത് ഗണ്യമായ തോതിൽ താഴ്ന്നു പോകുന്നു. നേരത്തെ പറഞ്ഞു, ക്യാൻസർ, എയ്ഡ്സ്, ക്ഷയം പോലുള്ള ഗുരുതരമായ അവസ്ഥകളിൽ, വല്ലാതെ ശോഷിച്ച അവസ്ഥകളിലൊക്കെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥകളിൽ തന്നെയാണ് ഈ ഒരു വൈറ്റൽ ഹീറ്റ് വല്ലാതെ താഴ്ന്നു പോകുന്നത്. ഇൻ ഫാക്ട് ഹി വാണ്ട്സ് ടു ബി റാപ്ഡ് അപ്പ് ആൻഡ് കവേർഡ് വാംലി ആൻഡ് മെനി ഓഫ് ഹിസ് കംപ്ലൈൻറ്റ്സ് ആർ മച്ച് ബെറ്റർ വെൻ ഹീസ് പെർഫെക്റ്റ്ലി വാം ഇൻ ബെഡ്. വെറുതെ കിടക്കയിൽ, നല്ല ചൂടുള്ള മെത്തയിൽ ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കുമ്പോൾ ഒരു നല്ല സുഖം. അല്ലെങ്കിലോ നന്നായിട്ട് പുതപ്പൊക്കെ പുതച്ച്, ഇതൊരു തണുപ്പ് രാജ്യത്തിൻ്റെ ഒരു അമേരിക്ക പോലുള്ള
യൂറോപ്പ് പോലുള്ള തണുപ്പ് രാജ്യങ്ങളിലെ ഒരു അവസ്ഥ വെച്ച് പറയുന്നതാണ്. അത്തരം തണുപ്പുകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല, എങ്കിൽ പോലും പൊതുവെ മൂടിപ്പൊതിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നവർ, തിക്ക് ക്ലോത്തിങ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പം നിരവധി ലക്ഷണങ്ങൾ ചൂടുള്ള കിടക്കയിൽ കിടക്കുമ്പോൾ കുറയും. ഓൾ ദ പെയിൻസ് ആൻഡ് ഹിസ് കോഫ് ആർ റിലീവ്ഡ് ഫ്രം ദ വാംത് ഓഫ് ദ ബെഡ്. എല്ലാത്തരം വേദനകളും ചുമയും എല്ലാം കിടക്കയിൽ കിടന്നു ശരീരം ചൂടാകുമ്പോൾ കുറയും. ആൻഡ് യെറ്റ് ദർ ആർ അതർ കംപ്ലൈൻറ്റ്സ് ലൈക്ക് റൊമാറ്റിക് കണ്ടീഷൻസ് ദാറ്റ് കം ഓൺ ഇൻ ഹോട്ട് വെതർ. എന്നാൽ ചൂടുള്ള അവസ്ഥയിൽ പുറത്തു വരുന്ന ലക്ഷണങ്ങളുണ്ട്, അത് വാദസംബന്ധമായ അവസ്ഥകളാണ്, റൊമാറ്റിക് അവസ്ഥകൾ. അത് ചൂടുള്ളപ്പോൾ പുറത്തു വരികയും ചെയ്യും. ദ കോഫ് ഈസ് ബെറ്റർ ഇൻ വാം വെതർ ആൻഡ് വേഴ്സ് ഇൻ വിൻ്റർ. ചുമയുടെ കാര്യത്തിൽ ചൂടുള്ള സമയത്ത് മെച്ചപ്പെടുന്നു, തണുപ്പിൽ വിൻ്ററിൽ തണുപ്പുള്ള സമയത്ത് വളരെ മോശമാകുന്നു. കാറ്റാറക് കണ്ടീഷൻസ് ഓഫ് ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ ആർ വേഴ്സ് ഇൻ വിൻ്റർ, എസ്പെഷ്യലി ഇൻ ദ കോൾഡ് ഡാം വെതർ ലൈക്ക് കൽക്കേറിയ ഫോസ് വെൻ ദ സ്നോ മെൽറ്റ്സ്. കൽക്കേറിയ ഫോസുമായിട്ട് താരതമ്യം. കോൾഡ് ഡാം വെതർ, തണുപ്പും അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളൊരു കാലാവസ്ഥ. വാസ്തവത്തിൽ ഈ ഒരു കാലാവസ്ഥ നമ്മുടെ കേരളത്തിൽ കിട്ടില്ല, ഇന്ത്യയിൽ ഹിമാലയൻ റീജിയൻസിലേ കിട്ടുള്ളൂ. അത് വരുന്നപ്പോഴാണെന്ന് വെച്ചാൽ മഞ്ഞുകാലം തീർന്നിട്ട് വേനൽ തുടങ്ങുന്ന സമയം, മഞ്ഞുരുകി തുടങ്ങും. ഇപ്പോൾ മഞ്ഞുമലയൊക്കെ പൊട്ടും, ക്രാക്സ് വീഴും. നദികളിൽ മഞ്ഞുകാലത്ത് മഞ്ഞിൻ്റെ ഒരു ആവരണം, ഐസ് ഇതിൻ്റെ ഒരു ആവരണം ഉണ്ടാവും. വേനൽ തുടങ്ങാൻ നേരത്ത് ഇത് പൊട്ടും. ഈ ഒരു സമയത്ത് മഞ്ഞിങ്ങനെ ആവിയായിട്ട് സബ്ലിമേഷൻ നടക്കും. സബ്ലിമേഷൻ നടന്നിട്ട് അവിടുത്തെ വായുവിൽ ഈർപ്പത്തിൻ്റെ അളവ് കൂടും. ആ ഈർപ്പത്തിൻ്റെ അളവ് കൂടുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ പറയുന്നത് കോൾഡ് ഡാം വെതറിൽ കാറ്റാറക് കണ്ടീഷൻസ്, ലാരിങ്സിൻ്റെയും ട്രക്കിയുടെ അവസ്ഥകൾ മോശമാകുന്നു. കൽക്കാരിയ ഫോസുമായിട്ട് താരതമ്യവും. ഇവിടെ വാസ്തവത്തിൽ ഇതിന് സമാന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, കഴിഞ്ഞ ആഴ്ചയൊക്കെ കേരളം മുഴുവൻ കണ്ടൊരു അവസ്ഥ, കർക്കിടകത്തിൻ്റെ ആ ഒരു കൊടുമഴയിൽ ഡാമ്പാണ്, വെതറിൽ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ടാവും, അന്തരീക്ഷ താപനില താഴുകയും ചെയ്യും. അതിൻ്റെ കാരണം എപ്പോഴും ക്ലൗഡി ഓവർകാസ്റ്റിലായിട്ട് സൂര്യരശ്മികൾ പതിക്കുന്നില്ല, അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് താഴും. അങ്ങനെ ഒരു കോൾഡ് ഡാം വെതർ വരും. പക്ഷെ ഇവിടെ ഡാംനെസ് ഇത്തിരി കൂടുതലായിരിക്കും മഴയുടെ സമയത്ത്. ഈ മഞ്ഞുരുകുമ്പോഴുള്ള ഡാംനെസ് അത്രയ്ക്ക് ഉണ്ടാവില്ലെങ്കിലും ഈ ഒരു അവസ്ഥക്ക് സമാനമായ ഒരു അവസ്ഥ ഇവിടെ ഉള്ള കർക്കിടക മാസത്തിലൊക്കെ ഈ ഒരു വാദം വർദ്ധിക്കുന്നു. ധാരാളം രോഗികൾ പണ്ടൊക്കെ വാർദ്ധക്യത്തിലെത്തിയ പലർക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം അവസ്ഥകളിൽ കാലിബൈക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി തണുപ്പിൻ്റെ മറ്റൊരവസ്ഥ, സെൻസിറ്റീവ് ടു കോൾഡ് വിൻസ്, തണുത്ത കാറ്റിനോട് സെൻസിറ്റീവ്. അവിടെ കോസ്റ്റിക്കമായിട്ടാണ് താരതമ്യം. കോസ്റ്റിക്കം ഇറ്റ് വിൽ ബി റിമെമ്പേർഡ് ഈ സെൻസിറ്റീവ് ടു കോൾഡ് ഡ്രൈ വിൻഡ്. ഇവിടെ കോൾഡ് ഡ്രൈ വിൻഡാണ് ശരിക്കുള്ള മഞ്ഞുകാലത്ത്. കേരളത്തിൽ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ്ലി കോൾഡ് ഡ്രൈ കിട്ടില്ല. കോൾഡ് ആണെങ്കിലും ഹ്യൂമിഡിറ്റി ഉണ്ടാവും, എങ്കിലും മഞ്ഞുകാലം എന്ന് നമുക്ക് പൊതുവെ പറയാം. അപ്പോൾ കോൾഡ് ഡ്രൈ വിൻഡിൽ സെൻസിറ്റീവാണ്, അവിടെ കോസ്റ്റിക്കുമായിട്ടാണ് സാദൃശ്യം. അപ്പോൾ കോൾഡ് ഡാമ്പും കോൾഡ് ഡ്രൈയും. ദ കാരീസ് ജനറലി ആർ സെൻസിറ്റീവ് ടു കോൾഡ് ഡ്രൈ വെതർ. പൊട്ടാസ്യം സോൾട്ടുകൾ മൊത്തത്തിൽ പൊതുവെ തണുത്ത വരണ്ട കാലാവസ്ഥയോട് വളരെ സെൻസിറ്റീവാണ്. കോൾഡ് ഡാമ്പുമായിട്ടുള്ളൊരു എക്സെപ്ഷനാണ് അവിടെ ട്രാക്കിയയുടെയും ലാരിങ്സിൻ്റെയൊക്കെ അവസ്ഥ കാറ്റാറക് കണ്ടീഷൻസാണ് കൽക്കറിയ ഫോസോട് താരതമ്യം. പൊതുവെ കോൾഡ് ഡ്രൈ വെതറാണ്. ബട്ട് കാലിബൈക്രോമിക്കും ത്രോട്ട് ട്രബിൾസ് ആർ കണ്ടിന്യൂസ് ഇൻ ദ വിന്റർ ആൻഡ് ഡ്യൂറിങ് കോൾഡ് ഡാം വെതർ ആൻഡ് ആർ വേഴ്സ് ഇൻ കോൾഡ് ഡാം വിൻഡ്സ്. ഉണ്ടോ, അതാണ് പറയുന്നത്. ഇപ്പോൾ കാലിബൈക്കിൻ്റെ കാറ്റാറക് കണ്ടീഷൻസ് കോൾഡ് ഡ്രൈയിലും കോൾഡ് ഡാമ്പിലും വരും. പാശ്ചാത്യ രാജ്യങ്ങളുടെ അവസ്ഥയിൽ കോൾഡ് ഡ്രൈ ആയിരിക്കും ആദ്യം, വിൻ്ററിൽ കോൾഡ് ഡ്രൈ ആണ്. വേനൽ വന്നു തുടങ്ങുമ്പോൾ മഞ്ഞുരുകിയിട്ട് ഡാംപ്ഡ് കണ്ടീഷൻ കൂടി വരും. അപ്പോൾ കാറ്റാറക് കണ്ടീഷൻസ് കാലിബൈക്കിൻ്റെ ഈ രണ്ട് അവസ്ഥകളിലും സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ അവസ്ഥയിലും ഉണ്ട്. പക്ഷെ പൊതുവെ മറ്റ് അവസ്ഥകളെല്ലാം തന്നെ കോൾഡ് ഡ്രൈയിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിൻ്റർ. മറ്റേ അവസ്ഥ നമുക്ക് ഇവിടുത്തെ മഴക്കാലം, കർക്കിടക മാസത്തിൻ്റെ ആ ഒരു കാലം എന്ന് തന്നെ പറയാം. ഇറ്റ്സ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ സെപ്റ്റിക് ആൻഡ് സൈമോട്ടിക് ഫീവേഴ്സ്. സൈമോട്ടിക് ഫീവർ, സെപ്റ്റിക് ഫീവർ പഴയൊരു വാക്കാണ്. പകർച്ചവ്യാധികൾ, പകർച്ചപ്പനികൾ.
ആ ഒരു അവസ്ഥയിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. മെനി ഓഫ് ഇറ്റ് സിംറ്റംസ് ആർ അഗ്രവേറ്റഡ് അബൌട്ട് 2 or 3 AM. പുലർച്ചെ 2-നും 3-നുമാണ് കാലിബൈക്കിന്റെ നിരവധി ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നത്. ലൈക്ക് കാലികാർബ് എന്ന് പറയുന്നത്, കാലികാർബിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. വെളുപ്പിന് 2 മണി 3 മണി നമ്മൾ ആഴ്സ് ആൽബിൽ നേരെ കണ്ട ഏതാണ്ടൊരു സമയം, അത് 1 മണി 2 മണി ആ ഒരു സമയമാണ്. ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് ദ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ മോർണിംഗ്. ഇനി അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പ്രഭാതത്തിലേക്ക് വരുമ്പോഴും നിരവധി ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. യെറ്റ് സം കം ഓൺ ഇൻ ദ നൈറ്റ്. എന്നാൽ ചില ലക്ഷണങ്ങൾ രാത്രിയിലും പുറത്തേക്ക് വരും. എ മാർക്ക്ഡ് ഫീച്ചർ ഓഫ് കാലിബൈക്രോമിക്കം ഇസ് എ ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് വീക്ക്നെസ് ആൻഡ് വിയറിനെസ്. കാലിബൈക്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വല്ലാതെ ശോഷിച്ച് വയറ്റിൽ ഹീറ്റൊക്കെ പോയൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും. വെൻ ദ പെയിൻ ഹാസ് പാസ്ഡ് ഓഫ് ഇഫ് ഇൻ ദ ലിംസ് ആർ ഫെൽറ്റ് വെരി വെയറി. അപ്പോൾ കൈകാലുകളിലാണ് വേദനയെങ്കിൽ ആ വേദന കടന്നു പോകുമ്പോൾ വല്ലാതെ തളർന്ന് അവശമായതുപോലെ തോന്നും. ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ ആൻഡ് കോൾഡ് സ്വെറ്റ്. വല്ലാത്ത തളർച്ചയും തണുത്ത വിയർപ്പും, കോൾഡ് സ്വെറ്റ്. ഇറ്റ് ഹാസ് ന്യൂറാൾജിയ എവറി ഡേ അറ്റ് ദ സെയിം അവർ. ഇതൊരു മറ്റൊരു പീരിയോഡിസിറ്റിയാണ്. നാഡീസംബന്ധമായ വേദനകൾ ദിവസം തോറും ഒരു നിശ്ചിത മണിക്കൂറിൽ വരുന്നു. ഷോവിങ് ഇറ്റ്സ് പീരിയോഡിസിറ്റി. ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ കാലീസ് ഇറ്റ് ഹാസ് ക്യൂർഡ് എപ്പിലെപ്സി. അപസ്മാരം, അപ്പോൾ അതും പൊട്ടാസ്യം സോൾട്ടുകളുടെ പൊതു സ്വഭാവമാണ്. മറ്റ് പല കാലികളുടെ പോലെ ഇതും കാലിബൈക്രോമിക്കവും എപ്പിലെപ്സിയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ബയോകെമിക്കലും ഇങ്ങനെ വരും. കാലിഫോസ് വരും. നാട്രമ്യൂറൊക്കെ എപ്പിലെപ്സിക്ക് വളരെ ഉപകരിക്കുന്നതാണ്. റോപ്പി സലൈവ ആൻഡ് മ്യൂക്കസ് ഡിസ്ചാർജസ് ഫ്രം ദ മൗത്ത് ഡ്യൂറിങ് ദ കൺവൾഷൻസ് ഹാസ് ലെഡ് ടു ഇറ്റ്സ് യൂസ് ഇൻ എപ്പിലെപ്സി. അപ്പോൾ ഈ എപ്പിലെപ്സിയിലെ ഈ ഉപയോഗത്തിലേക്ക് നയിക്കുന്നത് ഈ റോപ്പി മ്യൂക്കസ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ കണ്ട കാര്യമാണ്. റോപ്പി സലൈവ, ഈ നിങ്ങൾ അപസ്മാരം രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഞാനൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിലും മറ്റൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ അതിനെ സപ്രസ് ചെയ്യുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് പഴയതുപോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മിക്ക കേസുകളിലും വായിൽ നിന്ന് നൊരയും പതയും വരും. ആ റോപ്പി ആണോ ഇല്ലയോ എന്ന് റോപ്പിയായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നൊരയും പതയും വരൽ ഒരു പൊതു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ നൊരയും പതയും വരുന്നത് റോപ്പിയായിട്ടുള്ള നൂല് പോലെ വരുന്ന സലൈവയാണ്, കഫമാണ് വായിൽ നിന്ന് ഈ കൺവൾഷൻസ് സമയത്ത് വരുന്നതെങ്കിൽ ആ എപ്പിലെപ്സിക്കും കാലിബൈക്ക് ഉപകരിക്കും. ദ സിംറ്റംസ് ജനറലി എസ്പെഷ്യലി ദ പെയിൻസ് ആർ വേഴ്സ് ഫ്രം മോഷൻ. പൊതുവേ ലക്ഷണങ്ങൾ ചലനം കൊണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നുള്ളൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ദ സിയാറ്റിക് ആൻഡ് സം ഓഫ് ദ പെയിൻസ് ഇൻ ദ ലോവർ ലിംസ്. കാലുകളിലുള്ള ചില വേദന, സിയാറ്റിക് നെർവിലുള്ള വേദന വിച്ച് ആർ ബെറ്റർ ഫ്രം മോഷൻ. ആ വേദനകൾ മാത്രം ചലനം കൊണ്ട് നടക്കുമ്പോൾ ഒക്കെ കുറയും. ബാക്കി വേദനകളെല്ലാം ചലനം കൊണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദ പേഷ്യൻറ്റ് പൾസേറ്റ്സ് ഓൾ ഓവർ ദ ബോഡി. ശരീരം മുഴുവൻ ഒരു വിങ്ങൽ, പൾസേഷൻ ഉണ്ട്. ദർ ആർ വെരി ഫ്യൂ മെൻ്റൽ സിംറ്റംസ് ഓവിങ് ടു ദ ഫാക്ട് ദാറ്റ് ദ റെമഡി ഹാസ് ബീൻ പ്രൂവ്ഡ് ഓൺലി ഇൻ ക്രൂഡ് ഫോം. ക്രൂഡായിട്ട് മാത്രമേ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കെൻറ്റ് പറയുന്നത്. 1.5 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. അതിനുശേഷം ഇതിനെക്കുറിച്ച് പ്രൂവിങ്സ് നടന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. മെൻ്റൽ സിംറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഇറ്റ് നീഡ്സ് ടു ബി പ്രൂവ്ഡ് ഇൻ പൊട്ടൻസീസ് ടു ബ്രിങ് ഔട്ട് ദ മെൻ്റൽ സിംറ്റം. അപ്പോൾ പൊട്ടൻസീസിനെ പ്രൂവ് ചെയ്യണം എന്നുള്ള ആവശ്യകതയാണ് പറയുന്നത്. അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇത് ഏതായാലും ഈ കെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തലവേദന പോലുള്ള നിരവധി ലക്ഷണങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.